നിനക്കെന്താടാ സുഡിയോന്റെ ബോയ്ക്കോട്ടിനെ പറ്റിയൊന്നും പറയാനില്ലെന്ന് ഒരുപാട് പേര് കമന്റ് ഒക്കെ ഇട്ട് കണ്ടു. ഇന്നലെയും നോക്കായിട്ടോ. ഏതാണെങ്കിലും സുഡിയോന്റെ ആ ബോയ്ക്കോട്ടൊക്കെ ഇട്ടൊന്ന് സമാധാനപരമായിട്ട് നിന്നോട്ടെ, അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇന്നലെ ഒന്ന് സുഡിയോ പോയിട്ടുണ്ട്. പോണ വഴിക്ക് ഞാൻ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. സുഡിയോന്റെ മുമ്പിൽ കുറച്ച് ബാനറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്റ്റുഡൻറ് ഫെഡറേഷൻ അവർ കൊടുത്തിട്ടുള്ള ബോയ്ക്കോട്ട് കുറച്ച് ബാനേഴ്സും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയും കണ്ട്. പിന്നെ പോണ വഴിക്കൽ ഞാൻ കണ്ടത് ഭാരതാംബ എന്നും പറഞ്ഞ് സംഘികളുടെ സംഘിയമ്പ കയ്യിലൊരു കാവിക്കൊടി ഏന്തി അതിൻ്റെ മുമ്പിൽ കുറേ പൂവിട്ട് കുറേ ആൾക്കാർ പൂജിക്കുന്ന ഒരു ഇതും കണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. എനിക്കിത് രണ്ട് കണ്ടപ്പോൾ എന്താ തോന്നിയത്, വെറും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ കണ്ട ഫോട്ടോയിൽ കണ്ട ഈ അമ്പനിയും ഇപ്പുറത്ത് വമ്മാരി കാണിച്ചു കൂട്ടുന്ന ബോയ്ക്കോട്ടും എനിക്ക് രണ്ടിനും ഒരേ സ്റ്റൈലാണ് തോന്നിയത്. രണ്ടും ഒരുമാതിരി ഊളത്തരം എന്നെനിക്ക് തോന്നിയത്. കാരണം ഈ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ഏത് കമ്പനിക്കാരാന്ന് പോലും അവർക്കറിയില്ല. സുഡിയോ ബഹിഷ്കരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവരിട്ട ജീൻസ് ലീൻ്റെയും അല്ലെങ്കിൽ ലിവൈസിൻ്റെയും അവരിട്ട ഷർട്ടൊക്കെ മുന്തിയ നല്ല നല്ല ബ്രാൻഡഡ് ഷർട്ടും ഒക്കെ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പകുതി ഷർട്ടിൻ്റെയും അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഇട്ട പകുതി ഡ്രസ്സിൻ്റെയും ഇവന്മാരെ കയ്യിലുള്ള പകുതി ഫോണിൻ്റെയും ഇവന്മാർ തൂക്കി പിടിച്ച ബാനറിൻ്റെ വരെ ചിലപ്പം പാറ്റൻറ്റും അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ ഓണേഴ്സും അല്ല അതിൻ്റെ സ്റ്റാർട്ടിങ് ഓണേഴ്സും ഒക്കെ ജൂതന്മാരൊക്കെ തന്നെ ആയിരിക്കും. ഇസ്രായേൽ ഓണേർഡും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഒക്കെ ഉള്ള കമ്പനികളുടെ ഡ്രസ്സ് തന്നെയാണ് പോയത്. അതുകൊണ്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലൊന്നും എനിക്ക് തോന്നിയില്ല. ഒന്നും വരാം, വീട്ടിൽ നിന്ന് ടാറ്റൻ്റെ ബസ് കയറിയിട്ടാവും ചിലപ്പം കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി ഇറങ്ങിയിട്ട് ബാനറും പിടിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടാവുക. അതാണ് നമ്മൾ ഈ ഒരു ബോയ്ക്കോട്ടിനെ പറ്റി എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ കണ്ട നമ്മുടെ ഭാരതാംബൻ്റെ സംഘിയാമ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവന്മാർ കാണിച്ചത് ഏതോ ഒരു ഫോട്ടോ വെച്ച് കയ്യിലൊരു കാവി കോണകം വെച്ച് ഒരു പുലിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് 4 പൂവിട്ടതുകൊണ്ട് അത് ഭാരതം പോകാൻ പോകണില്ല നമുക്ക് എല്ലാവർക്കും പറയാം അല്ലേ. അപ്പം ആ കാണിച്ചു കൂട്ടിയതും ഒരു ചാണക പ്രവൃത്തി, ഇപ്പുറത്ത് കാണിച്ചു കൂട്ടിയത് ഒരു ഉളപ്രവൃത്തി. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്തായാലും സ്റ്റുഡിയോ കയറിയിട്ട് 2 കൂട്ടം ഡ്രസ്സ് എടുത്ത് വെറും 300-400 റുപ്യക്കൊക്കെ ഷർട്ടും ബനിയനും കിട്ടുന്ന സ്ഥലം പിന്നെ വേറെ നമ്മൾ ഇവിടെ പോകും, നമ്മൾ വേറെയും പോകാനൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഷർട്ടും എടുക്കാൻ പറ്റിയ സ്ഥലം സ്റ്റുഡിയോ തന്നെയാണ്. ഇനി സ്റ്റുഡിയോൻ്റെ അകത്തോട്ട് കയറിയപ്പം അവിടെ പ്രത്യേകിച്ച് ഒരു തിരക്ക് കുറവോ തിരക്ക് കൂടുതലോ കണ്ടില്ല. എന്നും സ്റ്റുഡിയോ എങ്ങനെയാണ്, സ്റ്റുഡിയോ അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ബോയ്ക്കോട്ടിനെ പറ്റി 100% ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് മീൻസ് എൻ്റെ അഭിപ്രായട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യില്ല, അവർക്കൊന്നുമില്ല, ടാറ്റക്കും ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ അല്ലേ, അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതെന്താ പ്രശ്നം അറിയോ, ഈ ബോയ്ക്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഈ ഇഷ്യൂവിൻ്റെ പേരിൽ തന്നെ, ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ പേരിൽ തന്നെ സ്റ്റാർബക്സ്, KFC, മെക്ഡൊണാൾഡ്സ്, അങ്ങനെ പല സാറ പല കമ്പനീൻ്റെയും ബോയ്ക്കോട്ടുകൾ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഈ കാണിച്ചത്. പക്ഷേ ഇവരൊക്കെ ഇവർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താ പറയുക, പണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിസ്സഹകരണ സമരങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നൊരു സമരം കാട്ടിത്തന്നത് തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അതായത് ആദ്യമായിട്ട് ഈ നമ്മൾ മഹാത്മാഗാന്ധി ഈ പുള്ളിയിടുന്ന ഡ്രസ്സ് തന്നെ ഉണ്ടല്ലോ, 2 കഷ്ണം മുണ്ടാ പുള്ളി ഇടാറ്, ഒന്ന് മേലക്കൂടിയും ഒന്ന് പുള്ളി ഉടുക്കുന്ന ആ ഒരു മുണ്ടും. ഈ 2 പേര് സ്വന്തം കൈത്തറി അല്ലെങ്കിൽ സ്വന്തമായിട്ട് നൂല് നെയ്തുണ്ടാക്കിയതാണ് നമ്മളൊക്കെ പഠിച്ചത്. പുള്ളി അത് ഇട്ടതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഇനി വിദേശ വസ്ത്രങ്ങൾ, അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരായതുകൊണ്ടും അവിടുന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സാണ് കൂടുതൽ നമ്മൾ അന്നത്തെ നേതാക്കന്മാരെ യൂസ് ചെയ്തതുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി ആദ്യമായിട്ട് ആ ഡ്രസ്സ് ഊരി വെച്ചിട്ട് ഈ കൈത്തറി ഡ്രസ്സിലോട്ട് കയറാനുള്ള കാരണം. പുള്ളി ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുള്ളി നിസ്സഹകരണം അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ്, അവരുടെ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കില്ല, നമുക്കത് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതിനുള്ള ഒരു മാതൃക ഫസ്റ്റ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കാണിച്ച ഈ ജമാഅത്തെ ഇസ്ലാമി കാണിച്ച ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അവന്മാർ അറ്റ്ലീസ്റ്റ് 2 കഷ്ണം മുണ്ട് അല്ലെങ്കിൽ കതറിട്ട്, സത്യം ഒരു കതറിൻ്റെ മുണ്ടും കതറിൻ്റെ ഷർട്ടും ഇട്ടിട്ടാണ് ഇവന്മാർ അവിടെ സമരം ചെയ്യാൻ പോയതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പറയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവർ സുഡിയോൻ്റെ ഡ്രസ്സ് എങ്കിലും അതായത് ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ഡ്രസ്സുകളും യൂസ് ചെയ്യില്ല, ഞങ്ങൾ ഇന്ത്യയുടെ കൈത്തറി ഡ്രസ്സുകൾ മാത്രമാണ്, ഞങ്ങൾ ഖാദിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ മാത്രമാണെന്നെങ്കിലും പറയായിരുന്നു. അക്കൂട്ടത്തിലും വേണം ചെരുപ്പിലേക്ക് വെച്ചാൽ ചെരുപ്പ് വല്ല അമേരിക്കൻ കമ്പനിയോ അതല്ലെങ്കിൽ വല്ല ഇസ്രായേലി പാറ്റേൺ കമ്പനിയോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു നിസ്സഹകരണം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഗാന്ധിജി കാണിച്ചെന്ന പോലെ കൈത്തറി ഡ്രസ്സ് ഇട്ട് കാലിൽ, അതായത് ഒരു തരത്തിലുള്ള ചെരുപ്പിടാണ്ട് ഒരു വടിയും കുത്തിപ്പിടിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സംഭവം പെർഫെക്റ്റാണ് നമുക്ക് പറയുന്നു. അതല്ലാണ്ട് ഒരു സ്റ്റുഡിയോനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന സകല സാധനങ്ങളും
ഈ പറഞ്ഞ എല്ലാ പാറ്റൻറ്റും കമ്പനിയും ആൾക്കാരുടെ ഒക്കെ ആയ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരുമാതിരി കാട്ടിക്കൂട്ടലല്ല അവിടെ പോയത്. ആർക്കുണ്ടായിരുന്ന ലാഭം? ടാറ്റയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കുറേ സംഘികൾക്ക് ഇത് വെച്ചിട്ട് നല്ല കാച്ചായി. സംഘികൾക്ക് 2 ദിവസമായിട്ട് അവരുടെ വാർത്താ ചാനലുകളായിക്കോട്ടെ, സംഘികളുടെയും എച്ചിലുകളുടെയും ന്യൂസ് ചാനലുകളായിക്കോട്ടെ, അവരുടെ യൂട്യൂബ് ആയിക്കോട്ടെ, അവരുടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പോസ്റ്റ് ആയിക്കോട്ടെ, എന്തെടുത്ത് നോക്കിയാലും ഈ ഇതിനു വേണ്ടി ഊക്കാനുള്ള പരിപാടി തന്നെ. ഒരു സ്ഥലത്ത് അവന്മാർ ഇതിനെ ഊക്കിയിടും, ഒരു സ്ഥലത്ത് ഭാരതാമനെ പൊക്കി വെക്കും. ഈ 2 പോസ്റ്റുകളായിരുന്നു ഈ 2 ഗ്രൂപ്പിൻ്റെയും കഴിഞ്ഞ ദിവസത്തെ കംപ്ലീറ്റ് ഫേസ്ബുക്കിലും ഇതിലും കണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് സുഡിയോക്കെതിരെ സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമിനെ രാജ്യദ്രോഹികളാക്കി വെച്ച്, മറ്റൊരു സ്ഥലത്ത് സംഘി അമ്പനെ മാറ്റി നിർത്തിയിട്ടുള്ള നമ്മുടെ മന്ത്രിയും അതുപോലെ തന്നെ അതിനെതിരെ വീഡിയോ ചെയ്ത ആൾക്കാർ രാജ്യദ്രോഹികളുമാക്കി. അതാണ് കഴിഞ്ഞ ദിവസം സംഘികൾ കൊണ്ടാടിയ 2 കാര്യം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അമ്പേത് പടച്ചതമ്പുരാന് പോലും അറിയില്ല. സംഘി അമ്പ എന്നും പറഞ്ഞിട്ട് ഇവന്മാർ കൊണ്ട് നടക്കുന്ന അമ്പ മാത്രമാണത്. അതിനെതിരെ പറഞ്ഞവർ രാജ്യദ്രോഹികളായി. പിന്നെ സുഡിയോക്കെതിരെ സംസാരിച്ചവരും രാജ്യദ്രോഹികളാണ്. ഇവർക്ക് ഈ തീവ്ര നാഷണലിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ വെളിവില്ലാത്ത വാണങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. രാജ്യത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും പിന്നെ രാജ്യദ്രോഹത്തിലോട്ട് ഫസ്റ്റ് പോകാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാം. എന്താണ് രാജ്യസ്നേഹം എന്നറിയില്ല ഇവന്മാർക്ക്. രാജ്യസ്നേഹം അറിയാത്തവന്മാർ രാജ്യത്ത് ഇങ്ങനത്തെ എന്ത് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവന്മാരെ കുറ്റം പറഞ്ഞാൽ നേരെ രാജ്യദ്രോഹികളാകും. അടുത്തവന്മാർ വിളിക്കുക NIA. ആ അവസ്ഥയിൽ NIA ഒക്കെ പരിതാപകരമായിട്ട് അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സുഡിയോനെ പറ്റി എനിക്ക് പറയാനുള്ളതും നമ്മുടെ സംഘി അമ്പനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതും. രണ്ടാണെങ്കിലും ഒരേ തൊഴുത്ത് കെട്ടി എന്താ പറയുക മൂട്ടലടിച്ച് ഓടിക്കേണ്ട ടീമാണ്.